അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ഈ ഒരു വ്ളോഗിങ് തുടങ്ങിയിട്ട് ഒരു 7-8 മാസം ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതിൻ്റെ പിന്നെ. അതേപോലെ തന്നെ ഒരു 11,000 സബ്സ്ക്രൈബേഴ്സായി. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്തവർ, കമൻറ്റ് ചെയ്തവർ, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തത്, കണ്ടതിന് നമ്മുടെ സൈക്കാണല്ലോ കാണുന്നത് നിങ്ങൾ. അപ്പം അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, പിന്നെ നിങ്ങൾ എങ്ങനെ വീഡിയോ എടുക്കുന്നത്, വീഡിയോ യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാണ്, മൈക്ക് ഏതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു എഫേർട്ട് എങ്ങനെ എടുക്കുന്നതെന്നുള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഈ ഒരു വീഡിയോ. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു, കാരണം ട്രിപ്പ് ഉള്ളതിന് കൊണ്ടാണ് ഗൈസ്. നമുക്ക് അത് രണ്ടും കൂടിയും കഴിഞ്ഞ ട്രിപ്പിൽ കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു. ട്രിപ്പ് പോകുമ്പോൾ തന്നെ നോർമലി ടെൻഷൻസ് ആണ്, കാരണം ടൈമിന് എത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി നമ്മൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഏതെങ്കിലും ഒന്നല്ല നമുക്ക് നടക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല വീഡിയോ എടുക്കാൻ. എനിവേ നോ പ്രോബ്ലം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ എങ്ങനെ വ്ളോഗ് എടുക്കുന്നത്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പാട്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്ത് തിങ്സാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തരുന്നത് ഈ വീഡിയോയിലൂടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ അതേ ടൈമിൽ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടിയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പം അത് മുതലുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഫസ്റ്റ് ഞാൻ ചെയ്തത് ഒരു വെള്ളരിമലയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം അതൊരു ട്രയൽ അടിച്ചതാണ് ഞാനും എൻ്റെ ബ്രദറും കൂടിയും നമ്മളൊരു ക്യാമ്പിങ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്തത് എൻ്റെ ഫോണാണ് യൂസ് ചെയ്തത്. പിന്നെ ഈ സാധനം നമ്മളിപ്പം ഏതൊരു വ്യക്തിക്കും ഒരു വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്താ പറയുക, മൊബൈൽ, സ്വന്തം മൊബൈലിലൊക്കെ എടുത്ത് ചെയ്യുന്നതാണ് എൻ്റെ പേഴ്സണലി അഭിപ്രായം. ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളതും നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം ഇത് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനന്ന് യൂസ് ചെയ്തിരുന്നത് എൻ്റെ മൊബൈലും പിന്നെ ഈ ഒരു സാധനം. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിംബലാണിത്. വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉണ്ടാവും, അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഷെയ്ക്കൊന്നും വരില്ല, ഭയങ്കര സിനിമാറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. ജിംബലാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. കണ്ടില്ലേ ഈ സാധനം. ഇതിലിങ്ങനെ നമ്മുടെ മൊബൈൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിത് സ്റ്റഡി ആയി നിൽക്കണ്ടോ നോക്കുക, വെയിറ്റ് ചെയ്ത് പറയാം. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഷോട്ട് എടുക്കാം. സ്റ്റെബിലൈസ് ആയി നിൽക്കുന്നത് എങ്ങനെ ജയിച്ചാലും എങ്ങനെ ആക്കിയാലും നിൽക്കേണ്ട സ്ഥലത്തല്ല നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഗുണം. അപ്പം ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് ടൈമിൽ എല്ലാവർക്കും ഒരു 10,000 രൂപയോളാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ വാങ്ങാം. അപ്പം ഈ സംഭവം ഫസ്റ്റ് വ്ളോഗിങ് തുടങ്ങുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തം മൊബൈലിൽ ഫസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന ആൾ, അപ്പം ഞാൻ ഇത് കുറവല്ല, ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. ഇവിടെ ഒരു സ്മാരകം പോലെ വെച്ചിരിക്കുകയാണ് നമുക്കതിൻ്റെ ഓർമ്മകളൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മേടിച്ച ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G7X ആണ്. G7X മേടിച്ച് G7X ഞാൻ കാണിച്ചുതരാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് G7Xലാണ്. ഇതാണ് G7X ക്യാമറ, G7X Mark II. ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ഇതിന് ഓഡിയോ കണക്ട് ചെയ്യാനുള്ള, എക്സ്റ്റേണൽ കണക്ട് ചെയ്യാനുള്ള സൗകര്യം ഇല്ല. HDMI പോർട്ട് ഒക്കെ ചെയ്യാനേ മാത്രമേ ഉള്ളൂ, ഓഡിയോ കണക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യവും ഇല്ല. അതാണ് ഇതിൻ്റെ പോരായ്മ. ഇത് കണ്ടില്ലേ, നമുക്ക് എങ്ങനെ സെൽഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 80D ഉണ്ടായിരുന്നു. ഞാൻ 80Dയിലും ഫസ്റ്റ് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും പറയണമല്ലോ നമ്മൾ. 80D ഞാൻ എടുത്തുതരാം. 80Dയിലും ഞാൻ ചെയ്തിട്ടുണ്ട്. 80D ഒരു ബെസ്റ്റ് ക്യാമറ തന്നെയാണ്. വെച്ച് നോക്കുമ്പം ഒരുപാട് പേര് ഇതുകൊണ്ടും വ്ളോഗ് ചെയ്യുന്ന ടീമുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് പറ്റില്ല, കാരണം കൈകാര്യം നമ്മൾ അറിയാതെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇതൊക്കെ എൻ്റെ അനിയൻ്റെ ഗിയറാണ്, കാരണം അവനൊരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്. സോ അവൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അതുകൊണ്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് പറ്റുന്നില്ലാതെ നമ്മളിങ്ങനെ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോക്കി ആലോചിച്ചൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ ക്യാമറകളാകുമ്പോൾ ഏറ്റവും സുഖമാണ്.
അപ്പം ഇത് ഞാനങ്ങനെ ഒഴിവാക്കി. പക്ഷെ ഇത് ഒഴിവാക്കിയെന്നല്ല, ഈ സാധനം കൊണ്ട് നമ്മൾ ചെയ്യും, പക്ഷെ കുറച്ചുകൂടി കയ്യിനൊക്കെ ഒരു ഇങ്ങനെ പിടിച്ചിട്ട് ഒരു എയിം കിട്ടട്ടെ, എന്നിട്ട് അത് ചെയ്യാം. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഫ്ലാഷ്. ഇതൊക്കെ ഇത് ഫ്ലാഷ്, ഗൊഡോക്സിൻ്റെ ഫ്ലാഷാണ്. ഇത് പിന്നെ അതിൻ്റെ തന്നെ എന്തതിന് പറയാം, ട്രിഗർ എന്നാണ് പറയുക. കാരണം സെൻസർ ചെയ്യുക, കാരണം ഇതിൽ ക്ലിക്ക് ചെയ്താൽ ക്യാമറയിൽ ഇവിടെ വെക്കുക ചെയ്യുക. ഫോട്ടോഗ്രാഫേഴ്സിന് മനസ്സിലാവും, എനിക്കിതിനെപ്പറ്റി കൂടുതൽ പരിചയമില്ല, പക്ഷെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിലുണ്ടായിരുന്നപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് സംഭവം ഉണ്ടാവുക. കാരണം ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻസർ ചെയ്യും. അപ്പോൾ ഈ ഫ്ലാഷ് നമ്മൾ വെച്ചിരിക്കുക ശരിക്കും. ഈ ഫ്ലാഷ് പറഞ്ഞപ്പം അപ്പോൾ അതിൻ്റെ ഇത് എവിടെയൊക്കെ വെക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം. പണ്ട് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഡയറക്റ്റും വെക്കാം അല്ലേ, ഡയറക്റ്റ് വെച്ചൂടെ, ഡയറക്റ്റും വെക്കാത്തോ നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ചെയ്യുക. സോഫ്റ്റ് ബോക്സ് ഉണ്ട്, നമ്മൾ ഈ പിക്കൊക്കെ എടുക്കുമ്പോൾ സ്റ്റിൽ എടുക്കുമ്പോൾ സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് സോഫ്റ്റ് ബോക്സ്. സോഫ്റ്റ് ബോക്സ് വീഡിയോയിനല്ല, നമ്മൾ സ്റ്റില്ലിന് ഞാൻ യൂസ് ചെയ്യുന്നത്. വീഡിയോക്കും നമുക്ക് ഇതിനുള്ളിൽ LED വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം, സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ബാക്കിൽ ഇവിടെ ഇങ്ങനെ വെക്കും. അപ്പം നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്ലാഷ് ഇവിടുന്ന് അടിക്കും, മുഖത്തേക്കൊക്കെ അടിക്കും. അപ്പം അങ്ങനെ ഫ്ലാഷ് അടിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഞാൻ കാണിച്ചുതരാം, ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്ലാഷ് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ്, ഇപ്പോൾ ഇതും ട്രിഗറും സെറ്റ് ചെയ്ത് ഇതാ എങ്ങനെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഇങ്ങനെ സോഫ്റ്റ് ബോക്സ് ഒന്ന് കണ്ടു. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് സംഭവം. അവിടുന്ന് ഒരാൾ പിടിച്ചിട്ട് കണ്ടില്ല, ഫ്ലാഷ് ഇവിടുന്ന് അടിച്ചത് സെൻസറാണ്, അതായത് ഇതിൽ നിന്നുള്ള സെൻസറാണ്. അത് ആക്സസ് ചെയ്തിട്ട് സംഭവം ഇതാണ് സംഭവം. അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് നമ്മുടെ ഭാഗത്ത് വലുതായിട്ട് നമുക്ക് ഗുണമൊന്നും ചെയ്യില്ല. ഒരു വ്ളോഗ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് വലിയ ഗുണം ഇല്ല എന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. കാരണം ഫോട്ടോ എടുക്കാൻ നമുക്ക് എല്ലാത്തിനും ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് മോഡലിംഗ് ഒക്കെ ചെയ്യുന്നവർക്കായിരിക്കും ഇത് വേണ്ടത്. ഇടയ്ക്ക് എൻ്റെ ഫോട്ടോസൊക്കെ ഇവന് എടുത്ത് തരാറുണ്ട് കേട്ടോ, ഇതൊക്കെ വെച്ചിട്ട്. അപ്പം പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിങ് നമുക്ക് ഉണ്ടായാൽ നന്നാവും. അധിക വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ള ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് കണ്ടില്ലേ, നമ്മുടെ കഴിഞ്ഞ നിങ്ങൾ ഫുഡ് ചാലഞ്ചൊക്കെ കണ്ടിട്ടുണ്ടാവും, നല്ല ലൈറ്റിങ് സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാ ഈ ഒരു സാധനം വെക്കും, ഇതിൽ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ 500 വാട്ടിൻ്റെ ലൈറ്റാട്ടോ വരുന്നത് ഒറ്റയടിക്ക്. നമുക്ക് ചെറിയ ലൈറ്റിൻ്റെ LED ഒക്കെ ആവശ്യമുള്ളൂ. പക്ഷെ ഞാൻ യൂസ് ചെയ്യൽ ഇതാണ് യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ലൈറ്റ് ചെയ്തേക്കുന്നത് ഈ റൂമിന് വേണ്ടിയിട്ടുള്ള ലൈറ്റിങ്ങാണ് ചെയ്തത്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡ് കട്ട് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഇത് വെച്ച് ക്രോസ് ചെയ്ത്, അതായത് ഇപ്പം ഇതിലൂടെ ഇങ്ങോട്ട് വരില്ല, മുകളിലേക്കുള്ള ലൈറ്റാണ് വരിക. അതുകൊണ്ടാണ് ഈ ഒരു എഫക്റ്റിൽ ചെയ്തത്. എനിക്ക് ഇതിനെപ്പറ്റി വലിയ പരിചയമില്ല, ബ്രദറാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ആൻഡ് ഞാൻ അവിടെ വെച്ചിട്ട് ചെയ്തായിരുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഫുള്ള് ഞാൻ ആക്കുന്നില്ല. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ വരുമ്പോൾ ഇവിടേക്ക് നമ്മളെ ഫേസിലേക്ക് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ നല്ല വൈറ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് നമ്മളെ ഫേസിലേക്ക് ലൈറ്റ് വരും. ഇപ്പം നമ്മൾ ഷെയ്ഡ് കട്ട് ചെയ്യുക ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പം ഇന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല, എങ്കിലും ഒരു കുറച്ച് ക്വാളിറ്റി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ വെക്കുന്നു. അപ്പോൾ ലൈറ്റായി. ഇനി മൈക്ക് കണ്ടില്ലേ, ഞാൻ ഈ ഒരു ബോയൻ്റെ ലെവലിയർ മൈക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ആ മൈക്ക്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. ഇതാണ് ആ മൈക്ക്. കുറച്ച് ലെങ്ത്തൊക്കെ കിട്ടും. എൻ്റെ ക്യാമറ ഞാനിപ്പം വീഡിയോക്ക് യൂസ് ചെയ്യുന്നത് G7X ആണ് യൂസ് ചെയ്യുന്നത്. G7Xന് ഒരു പോരായ്മ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. G7X ഈസ് ദി ബെസ്റ്റ് ക്യാമറ ഫോർ വ്ളോഗിങ്. സോ ഒരു പോരായ്മ മാത്രം, ഞാൻ ഈ ഒരു G7X ക്യാമറയിൽ കണ്ടിട്ടുള്ള ഒരു പോരായ്മ, ഞാനല്ല എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോക്കുള്ള കണക്ട് ചെയ്യാനുള്ള സൗകര്യമില്ല. ഇതിലുണ്ട്, പക്ഷേ ഇത് നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക്. ഒരു 1400 1300 ആ റേഞ്ചിൽ ഞാനിത് മേടിച്ചത്, അത്ര ആയിട്ടുള്ളൂ. ഇതിന് 5000 റുപ്പീസ് വരും. ലൈറ്റിന് മാത്രം 2500 ആ റേഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തേക്കട്ടെ, കാരണം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൈക്കാണ്. ഓക്കെ,
ഓക്കെ. അപ്പോൾ ഒരുപാട് പേര് വ്ളോഗിങ്ങിലേക്ക് വരാനും അവർക്ക് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോഴത്തേക്ക് എല്ലാവരോടും പറയണ്ടല്ലോ, നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് യൂസ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഞാൻ എൻ്റെ ക്യാമറ G7X Mark II ഈ ക്യാമറയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മൈക്ക് ഇത് യൂസ് ചെയ്യും. ചില ടൈമിൽ മൈക്ക് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ, എല്ലാ വീഡിയോക്കും യൂസ് ചെയ്യാറില്ല. പിന്നെ നൈറ്റിലെ പരിപാടിയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ, ലൈറ്റ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പം ഇന്ന സാധനങ്ങൾ മാത്രമാണ്. പിന്നെ സ്റ്റാർട്ടിങ് ആൾക്കാർ ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ചിട്ട് വ്ളോഗിങ് തുടങ്ങിയായിരിക്കും നല്ലത്. നല്ല സിനിമാറ്റിക് ഷോട്ടുകൾ നമുക്ക് കിട്ടും, കാരണം ഭയങ്കര സ്റ്റെബിലൈസിങ് ആണ് ഈ സംഭവം. പിന്നെ ഞാൻ ഈ നമ്മൾ ക്യാമറ ആക്കാന്നുള്ളത് കൊണ്ട് മാത്രം മാറ്റിയതാണ്. മൊബൈൽ എടുക്കാൻ പറ്റിയ അത്രയും സുഖമാണ് നിങ്ങൾക്ക്. പിന്നെ എഡിറ്റ് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലാപ്പിലാണ് ചെയ്യുന്നത്. HP-യുടെ ലാപ്പാണ്. പിന്നെ ഞാനിവിടെ ഓഫീസിലുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ എഡിറ്റ് ചെയ്യുക. കാരണം എപ്പോഴും നമ്മൾ എഡിറ്റ് ചെയ്യാൻ നല്ലത് PC തന്നെയാണ്. എഡിറ്റിങ് ഫാസ്റ്റായിട്ട് നടക്കും നമ്മളെ പരിപാടി, അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിരിക്കും, ഡിലേ ആയിരിക്കും. പിന്നെ ഇതാണ് എൻ്റെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ്. ഞാനിങ്ങനെ നിന്നിട്ടൊക്കെ ഇപ്പോൾ കണ്ടില്ല, നിങ്ങൾ നിന്നിട്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ചെയ്യും. ഇത് ചാക്കാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ലൈറ്റിംഗ് ഒക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പം അങ്ങനെ പിന്നത്തേക്ക് വെച്ചത്. കാരണം നമുക്കിപ്പോൾ അധികം ഇൻഡോർ ചെയ്യേണ്ട ആവശ്യങ്ങളില്ല, കാരണം ട്രാവൽ വീഡിയോസാണ് കൂടുതൽ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇരുന്നിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ ഇരിക്കും, ഇരുന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നല്ലതാണ്. ഇങ്ങനെ ഇരുന്നിട്ട് ഈ ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ്. അപ്പോൾ ബിഗിനേഴ്സിലാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഒരു ജിമ്പൽ മേടിക്കുക, ഫോണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ വ്ളോഗിങ് മൈക്കൊന്നും വേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് പറ്റും തോന്നിക്കഴിഞ്ഞാൽ ക്യാമറ, മൈക്ക് കാര്യങ്ങളൊക്കെ മേടിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ വേറൊരു സാധനം കൂടി, സോളോ ഒക്കെ ആയിട്ട് പോകുമ്പോൾ കേട്ടോ, സോളോ ആയിട്ട് എൻ്റെ ബ്രദറിൻ്റെ കൂടെ എങ്ങനെയൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ വേറൊരു സാധനം കൂടി നമ്മൾ എപ്പോഴും ട്രിപ്പിൻ്റെ കൂടെ കരുതുന്നൊരു സാധനമുണ്ട്, ടെൻറ്റ്. ഇത് നല്ലതാണ്. എപ്പോഴും നമ്മൾ ഒരു റൈഡൊക്കെ പോകുമ്പോൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എല്ലാ സ്ഥലത്തും നമുക്ക് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല, അങ്ങനത്തെ സാഹചര്യം കിട്ടിയെന്ന് വരില്ല. എന്തെങ്കിലും പ്രശ്നം പറ്റി, വണ്ടിക്ക് കംപ്ലൈൻ്റ് ആവുക, വണ്ടി പഞ്ചറാവുക, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എവിടെയും വിരിച്ച് കിടക്കാം. അങ്ങനെ എല്ലായിടത്തും നമുക്ക് പറ്റില്ല, വല്ല കള്ളന്മാരുള്ള സ്ഥലങ്ങളുണ്ടാവും, പല സ്ഥലത്തും നമ്മൾ പോകുന്നതാണ്. അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പറയരുത്. അപ്പോൾ സൂക്ഷിച്ച് സ്ഥലങ്ങൾ നോക്കിയിട്ട് കിടക്കാം. ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ ചെയ്യാണ്. ഇപ്പോൾ ടൈം ഒരു 9:30 ആയി. 9:30 ഇന്ന് വെനസ്ഡേ ആണ്. ബുധനാഴ്ച എടുത്ത വീഡിയോ നാളെ വ്യാഴാഴ്ച വരുള്ളൂ. അതായത് ഇപ്പോൾ വീഡിയോ ഇറങ്ങുന്നത് വ്യാഴാഴ്ച. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് എല്ലാം കണ്ടു. നമ്മുടെ ക്യാമറ, ലൈറ്റിങ്, മൈക്ക്, ഇതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാണ് ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം. പിന്നെ ബിഗിനേഴ്സ്, അതായത് ആരെങ്കിലും വ്ളോഗിങ് തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോൺ യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പതിയെ നമ്മൾ ഓരോന്ന് ചെയ്ത് മാറ്റങ്ങൾ വരുത്തി ഡെവലപ്പാക്കി കൊണ്ടുവരിക. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആവുക. അല്ലാതെ ഫസ്റ്റ് തന്നെ നമ്മൾ ക്യാമറ മേടിച്ച് അത് ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. കാരണം എൻ്റെ കേസ് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നല്ലൊരു മടിയുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു പോസ്റ്റ് ഇടാനൊക്കെ നമ്മൾ പിക്സ് ഉണ്ടെങ്കിൽ പോലും ഇടാത്തൊരു ആൾക്കാരാണ്. അത്രയും മടിയായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു 4-5 മണിക്കൂർ 6-7 മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്നിട്ടാണ് ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ എനിക്കൊരു 2 മണിക്കൂർ 3 മണിക്കൂർ മതിയെന്ന് തോന്നുന്നുണ്ട് ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യാനും. സോ ഇത്രയും കണ്ടിന്യൂസ് ഇരുന്നിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അത് എടുക്കാനും ഭയങ്കര എഫേർട്ട് ഉണ്ട്. എനിക്ക് സത്യത്തിൽ ശരിക്കും ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് നന്നായിട്ട് തലവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു വീഡിയോ, അതിന് ഭയങ്കര എഫേർട്ട് ഉണ്ട്. കാരണം ഒരുപാട് നമ്മൾ ചിലപ്പോൾ വീഡിയോ ഇടുമ്പോൾ കുറേ വിമർശകർ വരുന്നുണ്ട്. വിമർശകർ നമുക്ക് ഇഷ്ടമുള്ള സംഭവം തന്നെയാണ്. പക്ഷെ ചിലർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറിയൊക്കെ വിളിക്കും കേട്ടോ. അപ്പം അതാണ് നമുക്ക് ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാക്കുന്നത്. പക്ഷേ വിഷമമൊന്നുമില്ല, വിളിക്കാനവർ വിളിക്കട്ടെ, അതല്ല. പക്ഷേ നമ്മുടെ ഭയങ്കര കഷ്ടപ്പാടാണ് ഓരോ വീഡിയോൻ്റെ ബാക്കിലുള്ളത്, ഓരോ ക്രിയേറ്റർക്കും ഉള്ളത്. കാരണം
നമ്മൾ തന്നെ ഇത് ആങ്കർ ചെയ്യണം, നമ്മൾ തന്നെ വീഡിയോ എടുക്കണം. കൂടുതലും നമ്മൾ തന്നെ സെൽഫായിട്ടായിരിക്കും എടുക്കൽ. പക്ഷെ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബ്രദറോ ഉണ്ടാകുന്നതിനെ കൊണ്ട് അവരാണ് ഈ ക്യാമറ നോക്കുന്നത്. പിന്നെ എന്താ പറയുക, എഡിറ്റിങ്ങും ഞാൻ തന്നെ. ഇപ്പം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറാണ് ആദ്യം എഡിറ്റ് ചെയ്ത് തന്നത്. പക്ഷെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത്, കാരണം നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴും ഓരോ ഷോട്ടുകൾ നമ്മൾ എടുക്കുമ്പോഴും എപ്പോഴും നമുക്കൊരു ഐഡിയ ഉണ്ടാവും, വീഡിയോയിൽ ഇന്ന മാതിരി ആയിരിക്കും വരിക. അത് നമ്മൾ സെൽഫായിട്ട് ചെയ്താൽ അത് വരുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വേണ്ട ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ നമ്മളെ ലൈവ്, അതായത് ഞാനിപ്പോൾ എവിടെ ഉണ്ട് ലൈവായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം ഐഡിയയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം എന്നോട് പറയാനുണ്ടെങ്കിലും ഒക്കെ, കാരണം ഓരോരുത്തരും നമ്മളോട് ഓരോ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരുമ്പോഴാണ് നമുക്കത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പെട്ടെന്ന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും നന്ദി. അപ്പം ഇനിയും കൂടുതൽ നമ്മളെ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടിന് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. ട്രാവൽ വീഡിയോസാണ് മോസ്റ്റ്ലി ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പം കുറച്ചുകൂടി ഫോളോവേഴ്സൊക്കെ ആയിട്ട് കൂടുതൽ വീഡിയോസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ വീക്ക്ലി 3 വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പം അടുത്ത ഒരു പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് മീ റോഷൻ, സൈനിങ് ഓഫ്.